ഹായ് ഹലോ, ഞാനിന്ന് നല്ലൊരു ബിരിയാണി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ എന്താ പറയുക, ചെമ്പട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് വലിയ ജീരകമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്ന്. പിന്നെ ഉള്ളിയൊക്കെ ഇട്ട് വഴറ്റി എല്ലാവരും ഉണ്ടാക്കുന്ന രീതിക്ക് തന്നെയാണ്. പക്ഷെ ഇതിൻ്റെ ഒരു രീതിയാണ്. അപ്പോൾ അപ്പുറത്ത് ഞാൻ അരി തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ചിക്കനൊക്കെ ആദ്യം തന്നെ ഞാൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, എല്ലാ പൊടികളും ഇട്ടിട്ട്. അപ്പോൾ എന്താ പറയുക, തക്കാളിയൊക്കെ ഇട്ട് വഴറ്റിയതിൻ്റെ ശേഷം സാധാരണ ഒരു തട്ടിക്കൂട്ട് ബിരിയാണി എന്നൊക്കെ പറയാം. പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് എടുത്തതാണ്. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ സപ്പോർട്ട് ചെയ്യുക. ബിരിയാണിയൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. സാധാ രീതിക്കുള്ള ബിരിയാണി തന്നെ കേട്ടോ. ഓവർ മഞ്ഞൾപ്പൊടി ഒന്നും ഞാൻ അതിൽ ചേർക്കുന്നില്ല. ഒരു പാകര് മഞ്ഞൾപ്പൊടി, അങ്ങനെ നമ്മൾ ദമ്മിൻ്റെ പ്രോസസ്സ് കഴിക്കണേ. അപ്പോൾ ദമ്മൊക്കെ ഇട്ട് വെക്കുകയാണ്. അതിൻ്റെ മുകളിൽ ഞാൻ പ്രത്യേകം പറയാനുള്ളത് എന്താ വെച്ചാൽ, ഞാനിതിൽ നെയ്യ് പറഞ്ഞ സാധനം ഞാൻ ആഡ് ചെയ്യുന്നില്ല കേട്ടോ, ഒക്കെ വെളിച്ചെണ്ണയാണ്. അങ്ങനെ ഞാൻ ദമ്മൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്കൊരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം. നല്ല അടിപൊളി ബിരിയാണിയാണ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബായ്.